വെൽക്കം സ്റ്റുഡൻസ്. നമുക്കിന്ന് പഠിക്കാനുള്ളത് 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ ഹിസ്റ്ററി ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസിൻ്റെ ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന ഭാഗമാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ രൂപീകരണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. ഇവിടങ്ങളിലെ ജനങ്ങൾ അഭിമുഖീകരിച്ച ഒരു പ്രധാന പ്രശ്നം ഭാഷയുമായി ബന്ധപ്പെട്ടതായിരുന്നു. A major problem faced by the people of these states was related to language. There were many princely states with people speaking different languages. So, there were demands from different parts of the India for the formation of states on the basis of language. ഒരു നാട്ടുരാജ്യത്ത് തന്നെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവർ ഉണ്ടായിരുന്നു. അതിനാൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്നു. 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ തന്നെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചിരുന്നു. In 1920, the Nagpur session of the Indian National Congress resolved to form its state committees on the basis of language. After independence, people agitated for the formation of states along with linguistic lines. സ്വാതന്ത്ര്യത്തിന് ശേഷം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജനകീയ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന പോറ്റി ശ്രീരാമലു നിരാഹാര സമരം തുടങ്ങി. Poti Sri Ramalu, a freedom fighter, started Satyagraha for the formation of Andhra Pradesh for Telugu-speaking people. After 58 days of fasting, his martyrdom, and it intensified the mass agitation. Following this, in 1953, the government of India formed the state of Andhra Pradesh for the Telugu-speaking people. 58 ദിവസത്തെ നിരാഹാര സമരത്തെ തുടർന്ന് പോറ്റി ശ്രീരാമലു മരണമടഞ്ഞു. ഇത് പ്രക്ഷോഭം രൂക്ഷമാക്കി. അതിനെ തുടർന്ന് തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടി ആന്ധ്രാപ്രദേശ് സംസ്ഥാനം 1953 രൂപീകരിക്കപ്പെട്ടു. After this, the demand for linguistic states intensified. The government of India formed a commission to reorganize Indian states on the basis of languages with Fasal Ali as chairman and H.N. Kunsru and K.M. Panikkar, a Keralite, as members. പോറ്റി ശ്രീരാമലുവിൻ്റെ മരണത്തെ തുടർന്ന് തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപീകരിച്ചെന്ന് പറഞ്ഞല്ലോ. അതിനുശേഷം ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം വേണമെന്ന ആവശ്യം ശക്തമായി. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടു. ഫസൽ അലി ആയിരുന്നു ഈ കമ്മീഷൻ്റെ അധ്യക്ഷൻ. H.N. കുൻസ്രു, മലയാളിയായ K.M. പണിക്കർ എന്നിവരായിരുന്നു ഇതിലെ മറ്റ് അംഗങ്ങൾ. ഈ ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഫസൽ അലി, H.N. കുൻസ്രു എന്നിവരുടെയൊക്കെ പേരുകൾ ഓർത്ത് വെക്കുക. As per the recommendations of the Commission, the Parliament passed the States Reorganization Act in 1956. Thus, 14 states and 6 union territories came into effect. Afterwards, new states were formed in various phases. Now, India has 29 states and 7 union territories. But presently, we have 28 states and 8 union territories. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 1956 ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെൻറ്റ് പാസാക്കി. അതിനെ തുടർന്ന് 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. പിന്നീട് പല ഘട്ടങ്ങളിലായി പുതിയ സംസ്ഥാനങ്ങൾ നിലവിൽ വന്നു. ഇപ്പോൾ ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഒരു സ്റ്റേറ്റ് ക്യാപിറ്റൽ ടെറിട്ടറിയുമുണ്ട്. ഇപ്പോൾ നിലവിൽ ഇന്ത്യയിലുള്ളത് 28 സംസ്ഥാനങ്ങളും 8 യൂണിയൻ ടെറിട്ടറിയുമാണ്. ടെക്സ്റ്റ് ബുക്കിൽ നിലവിലുള്ളപ്പോൾ അച്ചടിച്ച കാര്യമാണ് മുകളിൽ പറഞ്ഞിരിക്കുന്നത്. നിലവിലെ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഒരു പഠന വിഭാഗം തയ്യാറാക്കി വെക്കുക. അവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നു, ശ്രദ്ധിക്കുക. അതാണ് ചോദ്യം. വൈ ഡിഡ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ചൂസ് ലാംഗ്വേജ് ആസ് എ ക്രൈറ്റീരിയൻ ഫോർ ദി റീഓർഗനൈസേഷൻ ഓഫ് ദി സ്റ്റേറ്റ്സ്? സ്വതന്ത്ര ഇന്ത്യ സംസ്ഥാന പുനഃസംഘടനയ്ക്കുള്ള മാനദണ്ഡമായി ഭാഷയെ സ്വീകരിച്ചത് എന്തുകൊണ്ട്? ഭാഷയെ സ്വീകരിച്ചത് എന്തുകൊണ്ടും ഉത്തമമായിരുന്നു. കാരണം മറ്റെന്തിൻ്റെ പേരിലായും വസ്ത്രത്തിൻ്റെയോ ഭക്ഷണത്തിൻ്റെയോ ജാതിയുടെയോ വിശ്വാസത്തിൻ്റെയോ ഒക്കെ പേരിലാണെങ്കിൽ അത് കൃത്യമാവില്ലായിരുന്നു. അതുകൊണ്ടിട്ടാണ് മാനദണ്ഡമായി ഭാഷയെ സ്വീകരിച്ചത്. അത് ഏറ്റവും ഉത്തമമായി മാറുകയും ചെയ്തു.
നെക്സ്റ്റ് ടോപ്പിക് ഈസ് പ്രോഗ്രസ് ഇൻ ഇക്കണോമിക് സെക്ടർ. സാമ്പത്തിക മേഖലയിലെ പുരോഗതി. ദി ഇക്കണോമിക് കണ്ടീഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ വാസ് വെരി പതറ്റിക്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായിരുന്നു. ലോകത്ത് അന്ന് നിലനിന്നിരുന്ന മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും സമന്വയമായ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ സ്വീകരിച്ചത്. ഇന്ത്യ accepted the mixed economy consisting of the qualities of capitalist and socialist economy. It gave importance to the public sector. ഈ മിക്സഡ് ഇക്കോണമിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് പൊതുമേഖലയ്ക്കായിരുന്നു. പ്രാധാന്യം പൊതുമേഖലയ്ക്ക് നൽകി. യു ഹാവ് സ്റ്റഡീഡ് ദ എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ ഇക്കണോമിക് പ്ലാനിംഗ് ഇൻ ഫോമർ ക്ലാസ്സസ്. ഇന്ത്യൻ ഇക്കണോമിക് പ്ലാനിങ്ങിനെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് മുൻ ക്ലാസ്സുകളിൽ. The first government under the leadership of Jawaharlal Nehru adopted series of plans and schemes aiming at economic development of the country. സ്വാതന്ത്ര്യത്തിന് ശേഷം ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് സാമ്പത്തിക മുന്നേറ്റം ലക്ഷ്യമാക്കി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചു. Most of these plans were the outcomes of the discussions held in the conference of the Congress during the time of the freedom struggle. അപ്പോൾ ഈ പദ്ധതികളിൽ പലതും സ്വാതന്ത്ര്യ സമരകാലത്ത് പല കോൺഗ്രസ് സമ്മേളനങ്ങളിലും ചർച്ച ചെയ്ത് വന്നവയാണ്. കേന്ദ്രീകൃത സാമ്പത്തിക ആസൂത്രണമായിരുന്നു അവയിൽ പ്രധാനപ്പെട്ടത്. സെൻട്രലൈസ്ഡ് ഇക്കണോമിക് പ്ലാനിംഗ് വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എമംഗ് ദം. ദ കൺസെപ്റ്റ് ഓഫ് ഇക്കണോമിക് പ്ലാനിംഗ് വാസ് ബോറോഡ് ഫ്രം ദി സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കൈക്കൊണ്ടത്. ഇന്ത്യയിലെ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ചരിത്രം നമ്മൾ നേരത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇക്കണോമിക് പ്ലാനിംഗ് ഗോട്ട് ഇംപേറ്റസ് ആഫ്റ്റർ ദ ഇൻഡിപെൻഡൻസ്. ദ പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ (PCI) was formed under the chairmanship of Jawaharlal Nehru in 1950. സ്വാതന്ത്ര്യത്തിന് ശേഷം സാമ്പത്തിക ആസൂത്രണ പരിപാടികൾക്ക് ശക്തി വർദ്ധിച്ചു. 1950 ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. സാമ്പത്തിക പുരോഗതിക്കായി ആസൂത്രണ കമ്മീഷൻ നിരവധി പദ്ധതികൾ മുന്നോട്ട് വെച്ചു. ദി പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ devised many projects for the economic progress. The Planning Commission adopted the 5-year plans aiming the economic growth of the nation. The 5-year plan started in 1951 helped India go ahead with the process of development. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികൾ. 1951 തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതികൾ വികസന പ്രക്രിയയിൽ വളരെയധികം മുന്നോട്ടു പോകാൻ ഇന്ത്യയെ സഹായിച്ചു. കാർഷിക വ്യാവസായിക മേഖല പുഷ്ടിപ്പെടുത്തുവാനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഊർജ ഉൽപ്പാദനത്തിനും വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിക്കും ഇത് സഹായകമായി. ദി 5-year plans helped to alleviate poverty, flourish agriculture and industrial sectors, improve education and generate new energy sources. We got assistance from foreign countries for our economic development. With their support, we set up iron and steel industries in various parts of the country. പുതിയ പദ്ധതി പ്രകാരം സാമ്പത്തിക പുരോഗതിക്കായി വിദേശ രാജ്യങ്ങളുടെ സഹായവും ഇന്ത്യക്ക് ലഭിച്ചു. വിദേശ സഹായത്താൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ആരംഭിച്ചു. അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയൽ ഫോംസും അസിസ്റ്റിംഗ് കൺട്രീസിൻ്റെയും പേരവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കുക. ഭിലായ് സോവിയറ്റ് യൂണിയൻ, ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ, റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ. ഇമ്പോർട്ടൻ്റ് ആണെന്ന് പഠിക്കണം. ഇരുമ്പുരുക്ക് വ്യവസായശാലകളും അവ നിർമ്മിക്കാൻ സഹായം നൽകിയ രാഷ്ട്രങ്ങളുടെ പേരുമാണ് നമ്മളിപ്പോൾ കണ്ടത്. ടെക്സ്റ്റ് ബുക്കിൽ ബക്രാന്തങ്കൽ ഡാമിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, നോക്കുക. ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ വൻകിട അണക്കെട്ടുകൾ പ്രധാന പങ്ക് വഹിച്ചു. കൃഷിക്ക് ആവശ്യമായ ജലവും വ്യവസായങ്ങൾക്ക് ആവശ്യമായ വൈദ്യുതോർജ്ജവും ഇതിൽ നിന്നും ലഭിക്കുകയുണ്ടായി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതിയായ ബക്രാന്തങ്കൽ പദ്ധതി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഒരു അഭിമാനമാണ്. Major dams had a significant role in modernizing Indian economy. They were our primary sources for irrigation and electricity. Bhakra-Nangal project, the largest multi-purpose project in the country, is a pride of independent India.
ഇറിഗേഷൻ ഫെസിലിറ്റീസ് ബൂസ്റ്റഡ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ നമ്മുടെ ഇറിഗേഷൻ പദ്ധതികൾ, ജലസേചന സൗകര്യങ്ങൾ ലഭ്യമായതോടുകൂടി ഇന്ത്യയിൽ കാർഷിക ഉൽപ്പാദനം വർദ്ധിക്കുകയുണ്ടായി. ഓൺ 2nd October 1952, marking the birthday of Mahatma Gandhi, the government started 55 projects aiming at better facilities for infrastructure, farming and livestock development. അപ്പോൾ കാർഷിക പുരോഗതി, കന്നുകാലി സംരക്ഷണം, ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ദേശീയ തലത്തിൽ 55 പദ്ധതികൾക്ക് 1952 ഒക്ടോബർ 2 തുടക്കം കുറിച്ചു, മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിൽ. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇൻ 1990s ആൻ എക്സ്പ്ലിസിറ്റ് ഡീവിയേഷൻ ഒക്കേർഡ് ഇൻ ഇന്ത്യൻ ഇക്കോണമി. 1990കളിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ പ്രകടമായ വ്യതിയാനം ഉണ്ടായി. എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ബിഗാൻ ടു ഫോക്കസ് ഓൺ പ്രൈവറ്റ് സെക്ടർ റാദർ ദാൻ പബ്ലിക് സെക്ടർ. പൊതുമേഖലയ്ക്ക് പകരം സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം കൈവന്നു 1990 അല്ലെങ്കിൽ 90കളിൽ, അതിന് ശേഷവും. അച്ചീവ്മെൻറ്റ്സ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് നമുക്കിനി പഠിക്കാനുള്ളത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലുണ്ടായ നേട്ടങ്ങൾ. അവിടെ ഹോമി ജഹാംഗീർ ഭാവയുടെയും S.T. ഭട്നാഗറിൻ്റെയും ചിത്രം കൊടുത്തിരിക്കുന്നു, ശ്രദ്ധിക്കുക. Independent India made remarkable achievements in science and technology. Technology and technocrats have played a significant role in her development in agriculture and industry. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചു. ഇന്ത്യയുടെ കാർഷിക പുരോഗതിയിലും വ്യാവസായികവൽക്കരണത്തിലും സാങ്കേതിക വിദ്യയ്ക്കും സാങ്കേതിക വിദഗ്ധന്മാർക്കും ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട്. ആധുനിക ശാസ്ത്രത്തിൻ്റെ ആരാധകനായിരുന്ന നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഇന്ത്യ അഭൂതപൂർവമായ നേട്ടങ്ങൾ കൈവരിച്ചു. നിരവധി ഗവേഷണ സ്ഥാപനങ്ങളും നിലവിൽ വന്നു. Under the leadership of Jawaharlal Nehru, an ardent fan of modern science and technology, India made great achievements in science and technology and established several research institutions for the development of science and technology. Some of them are അവയിൽ ചിലതാണ് ഇനി താഴെ പറയുന്നത്. Council of Scientific and Industrial Research CSIR ശാസ്ത്ര വ്യവസായ ഗവേഷണ സമിതിയാണ് അതിലൊന്നാമത്തേത്. കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. സെക്കൻഡ് വൺ ഈസ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ICAR, ഇന്ത്യൻ കാർഷിക ഗവേഷണ സമിതി. മൂന്നാമത്തേത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ICMR, ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ സമിതി. Two stalwarts of Indian science, Homi Jahangir Bhabha and S.N. Bhatnagar, held the projects of the Council for Scientific and Industrial Research. ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത് ഹോമി ജഹാംഗീർ ഭാഭയും S.N. ഭട്നാഗറും ആയിരുന്നു. ഹോമി ജഹാംഗീർ ഭാഭ നേതൃത്വം നൽകിയ ശാസ്ത്ര സ്ഥാപനങ്ങളാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്, ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ എന്നിവ. Homi Jahangir Bhabha was the head of the Tata Institute of Fundamental Research and Indian Atomic Energy Commission. During the same time, world-class engineering institutes were also established in the country. ലോകോത്തര നിലവാരമുള്ള നിരവധി എഞ്ചിനീയറിംഗ് വിദ്യാലയങ്ങൾ അക്കാലത്ത് സ്ഥാപിതമായി. 5 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിക്കൽ ITI 1954 1964 ഇടയിൽ സ്ഥാപിക്കുകയുണ്ടായി. നോക്കുക. During the time, world-class engineering institutes were also established in the country. 5 ITIs were started between 1954 and 1964. Nehru strongly believed that India should minimize her dependence on Western countries in science and technology. അപ്പോൾ ശാസ്ത്ര സാമഗ്രികളുടെയും വിജ്ഞാനത്തിൻ്റെയും കാര്യത്തിൽ നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കണം എന്നത് നെഹ്റുവിൻ്റെ കാഴ്ചപ്പാടുണ്ടായി. ആ കാഴ്ചപ്പാടാണ് ഇതിന് അടിസ്ഥാനമായത്. തുടർന്ന് മെഡിക്കൽ വിദ്യാഭ്യാസം, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ജനിതക ശാസ്ത്രം
ജൈവ സാങ്കേതികവിദ്യ, ആരോഗ്യം, ഗതാഗതം, സമുദ്ര ഗവേഷണം, വിവരസാങ്കേതികവിദ്യ, ആണവോർജം എന്നീ മേഖലകളിൽ ഇന്ത്യ വൻ നേട്ടം കൈവരിച്ചു. Subsequently, India made tremendous progress in medical science, biomedical engineering, genetics, biotechnology, health science, marine technology, information technology, atomic energy and transportation. ISRO ഹെഡ്ക്വാർട്ടേഴ്സ് ബംഗളൂരു, VSSC തുമ്പയുടെയും ചിത്രങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് നോക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് സ്പേസ് റിസർച്ച് ഇൻ ഇന്ത്യ. ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ കണ്ടക്റ്റഡ് വേരിയസ് സ്പേസ് റിസർച്ച് ആൻഡ് എക്സ്പെരിമെൻറ്റ്സ്. അപ്പം നമ്മുടെ സ്വാതന്ത്ര്യാനന്തരം ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യ നിരവധി പര്യവേഷണങ്ങൾ നടത്തി. In 1962, Nehru, with the technical advice of Vikram Sarabhai, formed the Indian National Committee for Space Research. 1962 ജവഹർലാൽ നെഹ്റുവിൻ്റെയും ശാസ്ത്രജ്ഞനായ വിക്രം സാരാഭായിയുടെയും ശ്രമഫലമായി ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി. Then, following this, ഇതിനെ തുടർന്ന് in 1969, Indian Space Research Organization was established to lead space research. അതിൻ്റെയൊക്കെ ഫലമായി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതത്തിൻ്റെ ഫലമായിട്ട് 1969 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ രൂപീകരണത്തോടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ നേതൃത്വം ഇതിൻ്റെ കീഴിലായി. തിരുവനന്തപുരത്തിനടുത്തുള്ള തുമ്പയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത്. The first rocket launching station in India was established in Tumba near Tirunelveli. As a result of collective efforts of India's space research experts, first satellite Aryabhatta was successfully launched in 1975. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷകരുടെ കൂട്ടായ പരിശ്രമ ഫലമായി 1975 ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. ഉപഗ്രഹങ്ങൾക്ക് പുറമെ ബഹിരാകാശ വിക്ഷേപണ വാഹനങ്ങളും ഇന്ത്യ വികസിപ്പിച്ചെടുത്തു. In addition to satellites, space vehicles and rocket launchers were also developed. It was because of the far-sightedness of Jawaharlal Nehru that India became the first developing nation to make and launch satellites. ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കുവാനും കഴിവുള്ള ഏക വികസ്വര രാഷ്ട്രമെന്ന ബഹുമതി നേടിയെടുക്കുവാൻ ഇന്ത്യക്ക് കഴിഞ്ഞത് നെഹ്റുവിൻ്റെ ദീർഘദൃഷ്ടി മൂലമാണ്. ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിൽ ഏതാനും ഏജൻസികൾ ഇന്ന് നമുക്കുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. There are several agencies that develop satellites in India now. They are: first one is National Remote Sensing Agency, NRSA. Second is Physical Research Laboratory, PRL. India has also advanced much in missile technology. അപ്പം ഇതിന് പുറമെ മിസൈൽ സാങ്കേതിക വിദ്യയിലും ഇന്ത്യ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. അഗ്നി ആൻഡ് പൃഥ്വി ആർ ദ മിസൈൽസ് ഡെവലപ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത മിസൈലുകളാണ് അഗ്നി, പൃഥ്വി തുടങ്ങിയവ. ഡോക്ടർ രാജ രാമണ്ണ, ഡോക്ടർ APJ അബ്ദുൽ കലാം എന്നിവർ ആണവ രംഗത്ത് പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകി. Dr. Raja Ramanna and Dr. APJ Abdul Kalam led our experiments in the atomic energy sector. ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. With the new space missions such as Chandrayaan and Mangalyaan, India has entered a new era in space exploration. ചന്ദ്രയാൻ, മംഗൾയാൻ ദൗത്യങ്ങളോടെ ഇന്ത്യ ബഹിരാകാശ പര്യവേഷണങ്ങളുടെ പുതുയുഗത്തിലേക്ക് പ്രവേശിച്ചു. കൂടാതെ ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്രപരീക്ഷണ ദൗത്യമായ ചന്ദ്രയാൻ 2008 ഒക്ടോബറിൽ തുടക്കം കുറിച്ചു. Chandrayaan, which began in 2008, is India's first lunar mission. With this, India became a member in the coveted group to launch space shuttle to the lunar orbit after America, Russia, European Space Agency, China and Japan.
അമേരിക്ക, റഷ്യ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ചൈന, ജപ്പാൻ എന്നിവയ്ക്ക് ശേഷം ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകമെത്തിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറി. Mangalyaan, the space mission of India to Mars, is the Indian-made space shuttle that covered the longest distance in space. India is all set to take on new experiments in space. ഭൂമിയിൽ നിന്നും ഏറ്റവും അകലത്തിലെത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകമെന്ന ഖ്യാതി മംഗൾയാനാണ്. ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ബഹിരാകാശ ഗവേഷണ രംഗത്ത് പുതിയ പരീക്ഷണങ്ങൾക്കുള്ള ഒരുക്കത്തിലാണ് ഇന്ത്യ. അടുത്തത് എഡ്യൂക്കേഷനിലെ ഡെവലപ്മെൻ്റാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത്രയും ക്ലാസ്സിൽ കേട്ട കാര്യങ്ങൾ ഒന്ന് നന്നായിട്ട് കേട്ട് നോട്ട് എഴുതി പഠിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്.